ഇന്ന് നമുക്ക് വദന്തി എന്ന തമിഴ് വെബ് സീരീസിന്റെ ആദ്യത്തെ സീസണിന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ കഥ നോക്കിയാലോ? ആദ്യത്തെ പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടേ. കാണാൻ മറക്കരുതേ, എങ്കിൽ മാത്രമേ കഥ മനസ്സിലാകൂ. ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാർട്ടിന്റെ കഥയിലേക്ക് കടന്നാലോ? വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. രാമനും വിവേകിനും ഇപ്പോഴും സംശയം ആ സ്ത്രീയുടെ മൂന്ന് മക്കളിലെ അവരെയാണ്. അവരെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ അതേസമയം മൂന്ന് മക്കളെയും കാണിക്കുന്നു. അവർ മൂന്ന് പേരും കാട്ടിൽ ഓരോ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് അത് VIP-കൾക്ക് കൊണ്ടുവന്ന് വിൽക്കലാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ആഹാരമൊക്കെ പാചകം ചെയ്തു കൊടുക്കും. ഇപ്പോൾ അവർ ഒരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്റ്ററിന്റെ ഫാം ഹൗസിലേക്കാണ്. അവിടേക്ക് എത്തുന്ന മിനിസ്റ്റർ മൂന്ന് പേരോടായും പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം, നിങ്ങൾക്ക് പിന്നാലെ പോലീസ് ഉണ്ടെന്ന്. അത് കേട്ടവർ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. ഇത്രയും പിടിപാടുള്ളവരെ എങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാനാ? ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേക് ഇപ്പോഴും വെറോണിയുടെ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വെറോണിയുടെ കേസ് ഫയൽ നന്നായിട്ടൊന്ന് പഠിച്ച രാമൻ രാത്രി തന്നെ വിവേകിനെ വിളിച്ചിട്ട്, സാർ പറഞ്ഞതുപോലെ ഞാൻ കേസ് ഫയൽ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായത്, ആ ഒരു കാട്ടിലുള്ള സ്ത്രീയെ നമ്മൾ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് നല്ല കറുത്ത ഉയരമുള്ള ഒരാളിനൊപ്പമാണ് വെറോണി വന്നതെന്നല്ലേ. അവളുടെ അമ്മയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആരാണെന്നുള്ള കാര്യം അറിയാമല്ലോ എന്നുള്ള കാര്യം രാമൻ പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ വെറോണിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. എന്നാൽ അമ്മയാണെങ്കിലോ ഒന്നിനോടും സഹകരിക്കുന്നതേയില്ല. ലോഡ്ജിലേക്ക് ഇപ്പോൾ താമസിക്കുവാനായിട്ട് ആരും തന്നെ വരുന്നതേയില്ല. മീഡിയക്കാർ എന്ത് മോശമായിട്ടാണ് എന്റെ മകളെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് വെറോണിയുടെ അമ്മ കരയുന്നു. അമ്മ ഒരു വിധത്തിൽ സഹകരിക്കുന്നതേയില്ല. എന്നാൽ വിവേക് പറയുന്നത്, സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടുകാരാണ് കൊലപാതകയെ കണ്ടെത്തുവാനായിട്ടുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കുന്നത്. പോലീസിനോട് അവർ തന്നെയായിരിക്കും ഈ ഒരു കാര്യം പറയുന്നത്. എന്നാൽ ഇവിടെ ആരും തന്നെ അങ്ങനെ മുൻകൈ എടുക്കുന്നതേയില്ല. എന്തായാലും വെറോണയുടെ കൊലപാതകയെ കണ്ടെത്തുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ചെയ്തിരിക്കുമെന്നും വിവേക് പറയുന്നു. അത് കേൾക്കുന്നതും അമ്മ ഒന്നും മിണ്ടാതെ എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാമെന്ന് പറയുന്നു. അങ്ങനെ വെറോണിയുടെ അമ്മയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ വിവേക് ചോദിക്കുകയാണ്. വെറോണി മരിക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് വിവേക് ചോദിക്കുമ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അമ്മ തുറന്നു പറയുന്നു. അന്നേ ദിവസം രാവിലെ തന്നെ വെറോണിയും അമ്മയും കൂടി ചർച്ചിലേക്ക് പോയിരുന്നു. ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം വെറോണി പുറത്തേക്ക് പോകും. എന്നിട്ടവൾ കുറേ നേരം കഴിഞ്ഞിട്ടും വരുന്നതേയില്ല. അമ്മ അവളെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്തോ അവൾ ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം അയാൾക്ക് നല്ല ഉയരമുണ്ട്, കറുത്തിട്ടാണ് ആളിരിക്കുന്നത്. അമ്മ വരുന്നത് കണ്ടതും അയാൾ അവിടെ നിന്ന് പോയി. ആരോടാ നീ സംസാരിച്ചെന്ന് അമ്മ ചോദിക്കുമ്പോൾ, ആരാ, ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ എന്ന് വെറോണി കള്ളം പറയുന്നു. പിന്നെ നീ എന്തിനാ പ്രാർത്ഥനയ്ക്കിടയിൽ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്ക് വെള്ളം കുടിക്കാൻ തോന്നിയിട്ടാ ഞാൻ പോയതെന്നും അവൾ കള്ളം പറയുന്നു. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വരും. വീട്ടിലെത്തുന്ന വെറോണിയെ ഉപദേശിക്കുവാനായിട്ട് അമ്മ ചെല്ലുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് വെറോണി കൂട്ടാക്കുന്നതേയില്ല. ഞാൻ ഇന്ന് എന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പോകുമെന്നും വെറോണി പറയുന്നു. എന്തായാലും പോകുമ്പോൾ നീ ടോണിയെ കൂടി കൂട്ടിക്കൊണ്ടു പോ, അവൻ നിന്നെ സേഫായിട്ട് അവിടേക്ക് കൊണ്ടുപോകുമെന്നും അമ്മ പറയുന്നു. അതനുസരിച്ച് ഓക്കെ, ഞാൻ ടോണിയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് പോയി, ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്, എന്നെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് വരണമെന്നും ആവശ്യപ്പെടുന്നു. കാരണം ടോണി അപ്പോൾ കുടിച്ച് ബോധമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് വിളിക്കുവാനായിട്ട് വരണമെന്ന് പ്രത്യേകം പറഞ്ഞത്. പോകുന്നതിന് മുൻപായിട്ട് അവൾ ആരെയോ ഫോൺ വിളിച്ചിട്ടാണ് പോയതെന്ന് കൂടി അമ്മ പറയുന്നു. ആരെ അവൾ അവസാനമായിട്ട് കോൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എഴുത്തുകാരനായിട്ടുള്ള നാസർ അവളെ വിളിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അമ്മ പറയുന്നു. അതനുസരിച്ച് എഴുത്തുകാരനായ നാസറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ കോൾ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അതിൽ നാസർ ഒരുപാട് തവണ വെറോണിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലാൻഡ് ഫോണിൽ നിന്നും അയാളുടെ ഫോണിലേക്കും കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുമായിട്ട് വെറോണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം വിവേകിനൊക്കെ ഉണ്ടാകുന്നു. വിവേകിന്റെ ഹെൽപ്പറായിട്ടുള്ള പയ്യനാണ് നമ്പറൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ അയാളുടെ ഫോണിലേക്ക് വിളിക്കും. എടുത്തിട്ട് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ തന്നെ അയാൾ കോള് കട്ട് ചെയ്ത് കളയുന്നു. പിന്നീട് വിളിച്ചപ്പോഴോ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. എന്തായാലും അയാളെ കണ്ടെത്തണം. അയാളുടെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അവിടേക്ക് പോകുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു നാസർ വിവേകിനെ കോള് ചെയ്യുന്നത്. ഞാൻ അവിടേക്ക് വരികയാണ്, എനിക്ക് നിങ്ങളെ കാണണമെന്നാണ് നാസർ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് നാസറിനെ കാണുവാനായി എത്തുകയാണ് വിവേക്. വെറോണിയുടെ മരണത്തിന് പിന്നിൽ ടോണിയല്ല, മറ്റാരോ ആണ്. അതാരാണെന്ന് കണ്ടെത്തണമെന്നും നാസർ ആവശ്യപ്പെടുന്നു. അതെന്തായാലും ഞാൻ കണ്ടെത്തുമെന്ന് ഒരർത്ഥം വെച്ചുള്ള രീതിയിലാണ് വിവേക് പറയുന്നത്. കാരണം വിവേകിന് നാസറിനെ നല്ല സംശയമുണ്ട്.
ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ആ കാട്ടിൽ താമസിക്കുന്ന മുത്തശ്ശിയാണ്. അവർക്ക് 3 മക്കളുണ്ടല്ലോ. അന്ന് 3 മക്കളും അടികൂടുന്ന സമയത്ത് മുത്തശ്ശിയെ പിടിച്ച് തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ തറയിൽ വീണ് മുത്തശ്ശിയുടെ തലയും പൊട്ടി. തല പൊട്ടിയതുകൊണ്ട് തന്നെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇളയ മകൻ ചെയ്യുന്നത്. ബാക്കി 2 മക്കളും കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നുണ്ട്. ആ 2 മക്കൾക്കും അമ്മയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ വേട്ടയ്ക്ക് പോയിട്ട് വരുന്നതിന് മുൻപ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആളെ കൂട്ടി ബഹളം വെക്കുക ഒന്നും ചെയ്യരുത്. ഇവിടെ വന്ന് അനങ്ങാതിരുന്നോളണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും പോകുന്നത്. ഇളയ മകനാണ് അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നത്. എന്നാൽ ആ മുത്തശ്ശിക്ക് എപ്പോഴും വെറോണിയെ കാണാൻ കഴിയുന്നുണ്ട്. വെറോണിയുടെ ആത്മാവ് മുത്തശ്ശിയെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ മുത്തശ്ശിക്ക് തോന്നുന്നു. അത് കാണുമ്പോഴെല്ലാം തലയിൽ കൂടി പുതപ്പ് മൂടിയിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാണ് ബഹളം വെക്കുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാം തുറന്നു പറയാമെന്നും മുത്തശ്ശി പറയുന്നു. ആ സീൻ അവിടെ കട്ടായി വിവേകിനെയാണ് കാണിക്കുന്നത്. വിവേകിനൊരു കോള് വരും. കാട്ടിലുള്ള ആ മുത്തശ്ശിക്ക് സാറിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് എത്രയും വേഗം പോകണമെന്ന് പറയുന്നതനുസരിച്ച് വിവേകും രാമനും ഹെൽപ്പർ പയ്യനും കൂടി കാട്ടിലേക്ക് എത്തുന്നു. അവിടെ ആ മുത്തശ്ശി പേടിച്ച് വിറച്ചിരിക്കുകയാണ്. വിവേക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, സാറേ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ തുറന്നു പറയാമെന്ന് പറഞ്ഞ് ഒരു മൂലയിലേക്ക് നോക്കി മുത്തശ്ശി പേടിക്കുന്നു. വിവേകം അവിടേക്ക് നോക്കുമ്പോൾ ആരെയും അവിടെ കാണാനേ കഴിയുന്നില്ല. പക്ഷേ മുത്തശ്ശിക്ക് അവിടെ വെറോണിയെ കാണാൻ പറ്റുന്നുണ്ട്. സാറേ ഞാൻ എല്ലാം തുറന്നു പറയാം. ആ പെൺകുട്ടി മരിക്കുവാനായിട്ട് കാരണം എന്റെ 2 മക്കളുമാണെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. സത്യത്തിൽ ഈ മുത്തശ്ശിയുടെ ഹസ്ബൻഡിന് ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. കാട്ടിലാണ് അവരുടെ വസ്തുക്കൾ ഉള്ളത്. ഇപ്പോൾ അവരുടെ വീടുള്ള ഈ സ്ഥലം മുഴുവൻ കാട്ടിൽ ഒരുപാട് ഏക്കർ കണക്കിന് അവരുടെ ഭർത്താവിന് സ്വന്തമായിരുന്നു. ഒരു എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റൊക്കെ നോക്കി നടത്തലാണ് ഭർത്താവ് ചെയ്തിരുന്നത്. എന്നാൽ ഭർത്താവിന് വളരെ മോശമായൊരു സ്വഭാവമുണ്ട്. എസ്റ്റേറ്റിലേക്ക് വർക്ക് ചെയ്യുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുക. ആരെങ്കിലും കണ്ണു വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകും. അത് തന്നെയാണ് അയാളുടെ സ്വഭാവം. അത് കാരണം നാട്ടുകാരെല്ലാവരും വല്ലാതെ പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. എസ്റ്റേറ്റിൽ നിന്ന് ആളുകളൊക്കെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നു. അത് കാരണം എസ്റ്റേറ്റും പതിയെ പതിയെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു. ഭർത്താവിന്റെ ഈ ഒരു സ്വഭാവം കാരണം കുറേ വസ്തുക്കളൊക്കെ വിറ്റാണ് കടങ്ങളൊക്കെ തീർത്തത്. എന്നാലും ആ ഒരു സ്വഭാവം നിർത്തിയതേയില്ല. ഗ്രാമത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് മോശമായി പെരുമാറും. അത് കാരണം ആളുകൾ എല്ലാവരും വന്ന് പ്രശ്നമുണ്ടാക്കും. പക്ഷേ കാശുള്ളത് കൊണ്ടാണ് ഒരുവിധം രക്ഷപ്പെട്ടു പോകുന്നത്. എന്നാൽ ഒരു ദിവസം ഭർത്താവ് ഈ നാട് വിട്ടു പോവുകയുണ്ടായി. എങ്ങോട്ട് പോയെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയതേയില്ല. അതിനുശേഷം 3 മക്കളും ചേർന്നാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാട്ടിൽ വേട്ടയാടിയും മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് വിറ്റുമൊക്കെയാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. എന്റെ 3 മക്കളും നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ആദ്യത്തെ 2 മക്കൾക്ക് അവരുടെ അച്ഛന്റെ അതേ സ്വഭാവമാണ്. സ്ത്രീ വിഷയത്തിൽ അവർ മുന്നിലാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവർ ഈ ഒരു കാട്ടിലെ മലയ്ക്ക് മുകളിലായിട്ട് ചെറിയ രീതിയിൽ ഒരു ഏർമാടം പോലെ കെട്ടുകയുണ്ടായി. എന്നിട്ട് അവിടേക്ക് ഒരുപാട് ലോറികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് പോകും. പഴയൊരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കരുതിയത് അവരെന്തെങ്കിലും നല്ല കാര്യം അവിടെ ചെയ്യുന്നതാണ്. പക്ഷേ അല്ല, അവിടെ ഒരു വേശ്യാലയമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അടുത്തേക്കാണ് ഈ ലോറികളൊക്കെ വന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ ആ ഒരു കാര്യം അറിഞ്ഞത്. ഞാനിതെന്റെ മക്കളോട് ചോദിച്ച സമയത്ത് അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത് ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും കാശുണ്ടാക്കണം. ഇവിടെ ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ? പഴയതെല്ലാം തിരികെ പിടിക്കണമെന്നും മക്കൾ പറയുമ്പോൾ കാശുണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി ഇതാണെന്നും അമ്മയ്ക്ക് തോന്നി. പണം വരുന്നതിൽ അമ്മയുടെ കണ്ണും മഞ്ഞളിച്ചു. അങ്ങനെ അമ്മയും മക്കൾക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം ആ ഒരു വേശ്യാലയത്തിലേക്ക് ഒരു വണ്ടി വരികയാണ്. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് നല്ല പൊക്കമുള്ള കറുത്ത് നല്ല തടിയുള്ള ഒരാളാണ് ഇറങ്ങി വന്നത്. അയാളാണെങ്കിൽ പേര് കേട്ട ഗുണ്ടയും. അയാൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2-3 ദിവസം അവിടെ കാണും. ആ സമയത്ത് അവിടേക്ക് മറ്റൊരാണിനെ പോലും അയാൾ അടുപ്പിക്കത്തേയില്ല. ആര് വന്നാലും അവരെയൊക്കെ അവിടെ നിന്ന് എന്റെ മക്കൾ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാഴ്ച വരെയും അയാൾ അവിടെ തന്നെ കാണും. ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. അയാൾ ഒരിക്കൽ വന്ന ലോറിക്കാരനെ ചവിട്ടുകയും ചെയ്തു. ആ ഒരു ചവിട്ടിൽ അയാൾ മരണപ്പെട്ടു പോയി. അയാളുടെ ബോഡി മറവ് ചെയ്തത് എന്റെ 3 മക്കളുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അയാൾ എന്റെ മക്കളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എനിക്ക് ഫ്രഷ് ആയിട്ടൊരു പെൺകുട്ടിയെ വേണം. നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. കാശ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കണ്ണു മഞ്ഞളിച്ച മക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും തീരുമാനിക്കുന്നു. അതേ സമയത്താണ് കാട്ടിലേക്ക് കോളേജ് പിള്ളേരൊക്കെ ടൂറിന് വന്നത്.
ആ കൂട്ടത്തിൽ വെറോണിയും ഉണ്ടായിരുന്നു. വെറോണി വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. വെറോണിയോട് നീ എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ ജീവിതത്തിൽ നടന്ന എ ടു സെഡ് കാര്യമെല്ലാം അവിടെ ഇരുന്ന് മുത്തശ്ശിയോട് പറയും. അവളുടെ അമ്മയുമായിട്ട് എപ്പോഴും പ്രശ്നമാണെന്നും ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനായി പോവുകയാണെന്നും ഇഷ്ടമല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങനെയെങ്കിലും മരിക്കുന്നതാണ്. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചേനെ എന്ന് വെറോണി പറയുന്നു. അവളുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്നും അവൾക്ക് കാശിന് നല്ല ആവശ്യമുണ്ടെന്നും മുത്തശ്ശിക്കും മക്കൾക്കും മനസ്സിലായി. ഞങ്ങൾ കാശ് തരാം, ഞങ്ങൾ പറയുന്നത് നീ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അതെന്താണെന്ന് പോലും തിരിച്ചു ചോദിക്കാതെ ആ ഞാൻ ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞ ദിവസം വെറോണി അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ആ ഒരു വേശ്യാലയം പോലെ നടത്തുന്ന സ്ഥലമില്ലേ, അവിടേക്കാണ് വെറോണിയെ കൊണ്ടുപോകുന്നത്. ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറ്റി കതക് മടയ്ക്കുന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ആ ഒരാളില്ലേ, അയാളാണെങ്കിൽ അവളെ ക്രൂരമായിട്ട് നശിപ്പിക്കുവാനായി ശ്രമിക്കും. അവിടെ നിന്നും അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കാടിനുള്ളിലേക്ക് ഓടുന്നു. അവളുടെ പിന്നാലെ എന്റെ 3 മക്കളും അയാളും ഉണ്ടായിരുന്നു. ഒടുവിൽ അവൾ വന്ന് ഒളിച്ചിരിക്കുന്നത് ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിലായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അയാൾ അവളെ പിടികൂടുന്നു. എന്നിട്ട് അവളെ അവിടെ വെച്ച് തന്നെ ക്രൂരമായി നശിപ്പിക്കുകയാണ്. അതോടുകൂടി വെറോണയുടെ കഥ കഴിയുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞ് ആ മുത്തശ്ശി പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ഒരു മൂലയിലേക്ക് നോക്കി ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ മാപ്പും പറയുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വെറോണിയുടെ ആത്മാവിനെ നോക്കി മാപ്പ് പറയുകയാണ് മുത്തശ്ശി. പക്ഷേ വെറോണിയെ മുത്തശ്ശിക്ക് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ വിവേകാണെങ്കിൽ ഇത്രയും നേരം മുത്തശ്ശി പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്ത് നോക്കുമ്പോഴോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ മുത്തശ്ശി പറഞ്ഞതൊന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നും വിവേകിന് മനസ്സിലായി. വിവേക് ഉടനെ തന്നെ പുറത്തു വന്നിട്ട് SP വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എല്ലാം റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ ഈ ഒരു കേസ് IG ക്ലോസ് ചെയ്തതാണ്. ഇതിൽ വീണ്ടും നീ എന്തിനാ തലയിടുന്നതെന്ന് ചോദിച്ച് SP വഴക്ക് പറയുന്നു. സാർ, യഥാർത്ഥ പ്രതികൾ അവർ 3 പേരുമാണെന്നുള്ള കാര്യം വിവേക് പറയുമ്പോൾ അതിന് വല്ല എവിഡൻസും ഉണ്ടോ? അവർ പറയുന്ന കാര്യം വല്ലതും റെക്കോർഡ് ചെയ്തോ? വീഡിയോ വല്ലതും എടുത്തു വെച്ചോ? ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്, അവർ 3 പേരും വേട്ടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് അവരെ എങ്ങനെയെങ്കിലും പിടികൂടി കൊണ്ടുവാ, പിന്നീട് നമുക്ക് നോക്കാമെന്നും SP പറയുന്നു. അതേ സമയമായിരുന്നു ഹെൽപ്പർ പയ്യൻ അടുത്തേക്ക് വന്നിട്ട് സാറേ, ആ മുത്തശ്ശി മരിച്ചുപോയി എന്ന് പറയും. അത് കേട്ടതും വിവേക് ഷോക്കായി പോവുകയാണ്. ആ ഒരു വിവരവും SP-യോട് പറയുന്നു. അത് കേൾക്കുന്ന SP എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേട്ടയ്ക്ക് പോയിട്ട് വന്ന 3 പേരും നിങ്ങളാണിത് ചെയ്തതെന്ന് പറയും. അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. അതിനേക്കാൾ നല്ലത് അവിടെ നിന്നും എത്രയും വേഗം പോകുന്നതാണെന്ന് വിവേകിനോട് SP പറയുന്നു. അങ്ങനെ വിവേകും കൂട്ടരും അവിടെ നിന്ന് പോകുവാനായിട്ട് വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ഫോറസ്റ്റ് ഓഫീസറിനെ കാണും. ഈ 3 പേരെയും പിടികൂടണമെന്നും കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇവരെ 3 പേരെയും പിടികൂടുവാനായിട്ട് ഞങ്ങളും കുറച്ചുനാൾ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു വീട്ടില് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ 3 പേരും വേട്ടയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടായിരുന്നു. ആ പട്ടിയാണെങ്കിലോ ഇവർ ഒളിച്ചിരിക്കുന്ന ആ ഒരു വീടിന് നേരെ നോക്കി കുരയ്ക്കുവാനായും ആരംഭിച്ചു. ഫോറസ്റ്റ് ഓഫീസർമാരെ കണ്ടതും ആ 3 പേരും ഓടി രക്ഷപ്പെടുവാനായും ശ്രമിക്കുന്നു. അതേസമയം രണ്ടാമത്തവന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതുപയോഗിച്ച് വിവേകിന് നേരെ ഷൂട്ട് ചെയ്യും. ഫോറസ്റ്റ് ഓഫീസർ വിവേകിനെ പിടിച്ച് തള്ളിമാറ്റിയത് കൊണ്ടാണ് ഭാഗ്യത്തിന് വിവേക് രക്ഷപ്പെട്ടത്. ഒരുവിധം 3-നെയും പിടികൂടുകയാണ്. അതേസമയമാണ് ആ ഒരു ഹെൽപ്പർ പയ്യനില്ലേ, അവനെ അവിടെയൊന്നും കാണുന്നില്ല. ചെന്ന് നോക്കുമ്പോഴോ അവൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. വിവേകിനെ രണ്ടാമത്തവൻ ഷൂട്ട് ചെയ്തില്ലേ, അത് വന്ന് കൊണ്ടത് ഈ ഹെൽപ്പർ പയ്യനായിരുന്നു. അവൻ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി. അവനെ ഓർത്ത് വിവേക് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ 3 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഹെൽപ്പർ പയ്യന്റെ ബോഡിയും മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. അവനെ ഓർത്ത് വിവേക് ഒരുപാട് സങ്കടപ്പെടുന്നു. SP-യും വിവേകിനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്തത് കൊണ്ടല്ലേ ആ ഒരു പയ്യൻ മരണപ്പെട്ടു പോയത്. അതിന് നിനക്ക് എന്തായാലും പണിഷ്മെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ട്രാൻസ്ഫറിനും എഴുതി കൊടുക്കുന്നു. എന്നാൽ വിവേകിന് അതൊന്നുമല്ലായിരുന്നു മനസ്സിൽ. ആ പയ്യൻ മരണപ്പെട്ടു പോയില്ലേ, അതിന്റെ സങ്കടമായിരുന്നു വിവേകിനുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം വെറോണിയെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിലൊക്കെ വരികയാണ്. ഇവർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളില്ലേ, അത് വെച്ച് ആരോ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു വെറോണി വ്യഭിചാരത്തിന് പോയതാണെന്ന്. എന്നാൽ ഇതെല്ലാം വായിക്കുന്ന SP ആണെങ്കിലോ വിവേകിനെ ഒരുപാട് വഴക്ക് പറയുന്നു. നിങ്ങളെ കാരണമാണ് വീണ്ടും ഈ ഒരു കേസ് ഇങ്ങനെയൊക്കെ ആകുന്നതെന്ന് പറഞ്ഞ് അവന് സസ്പെൻഷനും അടിച്ചു കൊടുക്കുന്നു. ഹെൽപ്പർ പയ്യന്റെ മരണത്തിൽ മനംനൊന്തിരുന്ന വിവേകിന് ഇതൊന്നും ഒന്നുമല്ലായിരുന്നു. അതേസമയമായിരുന്നു വിവേകിനെ ഡോക്ടർ കോൾ ചെയ്യുന്നത്. എന്തായാലും 3 പേരെയും അറസ്റ്റ് ചെയ്തില്ലേ, നല്ല കാര്യം എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഡോക്ടറിനെ ഒന്ന് കാണണമെന്ന് വിവേക് പറയുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് വിവേക് എത്തുകയാണ്. 3 പേരെയും അറസ്റ്റ് ചെയ്തല്ലോ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് ഡോക്ടർ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് വെറോണിയെ റേപ്പ് ചെയ്തില്ല എന്നല്ലേ.
പക്ഷേ വെറോണി റേപ്പ് ചെയ്താണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞത്? സത്യം പറ. ആ ഒരു കറുത്ത ഉയരമുള്ള ആൾ ആരാണ്? നിങ്ങൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ റേപ്പൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തതെന്ന് ചോദിച്ച് ഡോക്ടറിനെ പിടികൂടുകയാണ് വിവേക്. എന്നാൽ ഡോക്ടർ പറയുന്നത്, അയ്യോ വിവേക്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. വെറോണി മരിച്ചത് റേപ്പ് അറ്റംപ്റ്റിലൂടെയല്ല. അവൾ അല്ലാതെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. റേപ്പ് അറ്റംപ്റ്റിലൂടെ മരണപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യമാണ് ഡോക്ടർ പറയുന്നത്. അത് കേട്ട് വിവേക് ഷോക്കായി പോകുന്നു. ആ സീൻ അവിടെ കട്ടായി ജയിലിൽ കിടക്കുന്ന 3 പേരെയുമാണ് കാണിക്കുന്നത്. 3 പേർക്കും അടുത്തേക്ക് വരുന്ന ഫോറസ്റ്റ് ഓഫീസർ വെറോണിയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഈ പെൺകുട്ടിയല്ലേ അന്ന് നിങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ, അത് വേറൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. കോളേജിൽ നിന്നും പിള്ളേരൊക്കെ ടൂറിന് വന്നില്ലേ, ആ ടൂറിന് വന്ന കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. ആ പെൺകുട്ടിയാണ് അവർ കൊല ചെയ്തതും. അല്ല പിന്നെ നിങ്ങളുടെ അമ്മ ബെറോണിയുടെ പേര് പറഞ്ഞതോ? അത് അന്ന് അമ്മ തറയിൽ വീണ് തലയിടിച്ചതിന് ശേഷം അമ്മ ഇങ്ങനെ തന്നെയാ. അമ്മയ്ക്ക് ഞങ്ങളുടെ പേര് പോലും ഓർമ്മയില്ല. അമ്മ പറയുന്നത് എന്താണെന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല എന്നാണ് മക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള 4-മത്തെ ആളില്ലേ, അയാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ, അയാൾ ആരാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. അയാളുടെ വണ്ടി നമ്പർ അറിയാമെന്ന് പറഞ്ഞ് വണ്ടി നമ്പറും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു വണ്ടി നമ്പർ വിവേകിനെ അറിയിക്കുകയാണ്. വിവേക് അത് ആരുടേതെന്ന് അന്വേഷിക്കുവാനായും ഉത്തരവിടുന്നു. അതേസമയമായിരുന്നു വിവേക് വണ്ടിയിൽ പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ നിൽക്കുന്നത്. അപ്പോഴേക്കും നാസർ എഴുതിയിട്ടുള്ള ബുക്കും പബ്ലിഷ് ആയിരുന്നു. നാസർ ആണെങ്കിലോ വെറോണിയെ കുറിച്ചൊരു ബുക്ക് എഴുതിയിരിക്കുകയാണ്. അതിൽ എന്താണുള്ളതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വിവേക് ആ ഒരു ബുക്ക് വാങ്ങും. ആ ബുക്കിൽ വെറോണിയുടെ കുട്ടിക്കാലം മുതൽ അവൾ കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ളതെല്ലാം ബുക്കിലുണ്ടായിരുന്നു. വിവേക് ആ ബുക്ക് വായിക്കുവാനായും ആരംഭിക്കുന്നു. വിവേക് ബുക്ക് വായിക്കുന്നതെല്ലാം ഓരോ സീനായിട്ട് നമ്മളെ കാണിക്കുകയാണ്. വെറോണിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിച്ചു പോയത്. പക്ഷേ അവൾക്ക് അച്ഛൻ മരിച്ചതാണെന്നോ ഇനി തിരികെ വരില്ല എന്നോ ഒന്നും തന്നെ അറിയത്തേയില്ല. അച്ഛന്റെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ടും അച്ഛനെവിടെ, അച്ഛൻ എന്നോട് കളിക്കാൻ വരാത്തതെന്താ എന്നൊക്കെ പറഞ്ഞാണ് വെറോണി നടക്കുന്നത്. അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അമ്മയ്ക്കടുത്തേക്കും വെറോണി ചെല്ലുന്നുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മയോട് അച്ഛൻ എവിടെ എന്നൊക്കെയാണ് വെറോണി ചോദിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് വെറോണിയുടെ ചിറ്റപ്പൻ വരുന്നു. എന്തിനാ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? നാട്ടിലൊരു മാൻഷൻ ഉണ്ട്. ആ മാൻഷൻ പോയി ലീസിനെടുത്ത് അവിടെ ജീവിക്കാമെന്ന് വെറോണിയുടെ അമ്മയോട് പറയുന്നു. ഇതെല്ലാം വിറ്റിട്ട് വരുവാനായിട്ടും ആവശ്യപ്പെടുന്നത് കൊണ്ട് അവർ ഉടനെ തന്നെ ഇതെല്ലാം വിറ്റതിന് ശേഷം മാൻഷൻ ലീസിനെടുക്കുവാനായും പോവുകയാണ്. അങ്ങനെ ആ ഒരു മാൻഷൻ ലീസിനെടുത്തതിന് ശേഷം അതൊരു ലോഡ്ജാക്കി മാറ്റുന്നു. അവിടെയാണ് പിന്നീട് വെറോണിയും വെറോണിയുടെ അമ്മയും വെറോണിയുടെ ചിറ്റപ്പനും താമസിക്കുന്നത്. അമ്മ എപ്പോഴും ലോഡ്ജ് നോക്കി നടത്തുന്നതിന്റെ ബിസിയിലായിരുന്നു. വെറോണിയുടെ കാര്യമൊക്കെ നോക്കുന്നത് ചിറ്റപ്പനും. ചിറ്റപ്പൻ എപ്പോഴും അവളെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം വെറോണിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ചിറ്റപ്പനാണെങ്കിൽ അവളെ കൊണ്ട് മോശമായിട്ടുള്ള കാര്യമൊക്കെ ചെയ്യിപ്പിക്കും. എന്നാൽ അത് അമ്മ കണ്ടുകൊണ്ട് വരികയാണ്. വെറോണിയെ അമ്മ ഒരുപാട് തല്ലുന്നു. എന്നിട്ട് ചിറ്റപ്പനെയും ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം വെറോണിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവളെ കൊണ്ടുവന്ന് മുറിയിൽ അടച്ചിടും. ഇനി മേലാൽ ഇവിടെ നിന്നും പുറത്തിറങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അടുത്ത ദിവസവും വെറോണി, ഞാൻ ചിറ്റപ്പനടുത്തേക്ക് പൊയ്ക്കോട്ടെ എന്നാണ് അമ്മയോട് പറയുന്നത്. പക്ഷേ അമ്മയാണെങ്കിൽ അവളെ അതിന് അനുവദിക്കുന്നതേയില്ല. എന്നാൽ അമ്മ ലോഡ്ജിന്റെ കാര്യമൊക്കെ നോക്കി തിരക്കിലിരുന്ന സമയം വെറോണി അമ്മ അറിയാതെ ചിറ്റപ്പനടുത്തേക്ക് പോകുന്നു. ചിറ്റപ്പന്റെ റൂമിൽ ചെല്ലുമ്പോഴോ ചിറ്റപ്പൻ എഴുന്നേൽക്കുന്നതേയില്ല. ചിറ്റപ്പൻ മരണപ്പെട്ടിരുന്നു. വെറോണി ചിറ്റപ്പന്റെ മുറിയിലേക്ക് പോയതറിഞ്ഞ് അമ്മ ദേഷ്യത്തിൽ അവിടെ വരുമ്പോഴാണ് ചിറ്റപ്പൻ മരണപ്പെട്ടു പോയ വിവരം അമ്മയും അറിയുന്നത്. അങ്ങനെ ചിറ്റപ്പന്റെ മരണാനന്തര ചടങ്ങുകളും കഴിയുന്നു. കുറേ നാളുകൾ കടന്നുപോയി. വെറോണി ഇപ്പോൾ വലിയ കുട്ടിയായിരിക്കുകയാണ്. അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോഡ്ജിൽ ഇപ്പോൾ നിൽക്കുന്നത് വെറോണിയാണ്, അതും അവളുടെ സ്കൂൾ യൂണിഫോമിൽ. അപ്പോൾ അവിടേക്ക് ഒരാൾ വരികയാണ്. അയാളുടെ മുഖമൊന്നും കാണിക്കുന്നതേയില്ല. അയാളെ നമുക്ക് ജോസഫ് എന്ന് പറയാം. അങ്ങനെ ജോസഫ് ആണെങ്കിലോ മുറിയെടുക്കുന്നു. മുറി കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നത് വെറോണിയായിരുന്നു. വെറോണി അകത്തേക്ക് കയറിയതും ഈ ജോസഫും അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിടുകയാണ്. വെറോണി പേടിച്ച് പുറത്തേക്ക് ഓടുവാനായി ശ്രമിക്കുന്ന സമയം വെറോണിയെ പിടിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി അവളുടെ വാ പൊതുന്നു. എന്നിട്ട് അയാളാണെങ്കിലോ അയാളുടെ ഡ്രസ്സ് അഴിക്കുകയാണ്. വെറോണി നോക്കുന്ന സമയത്ത് അയാളുടെ ദേഹത്ത് വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതെന്ത് സംഭവിച്ചതാണെന്ന് വെറോണി ചോദിക്കും. എന്നാൽ അയാളാണെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് പറയത്തേയില്ല. വെറോണി അയാൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു കാര്യം നീ നിന്റെ അമ്മയോട് പറയണ്ട. ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാമെന്ന് വെറോണിയോട് പറയും. അങ്ങനെ വെറോണിയാണെങ്കിൽ മരുന്നൊക്കെ വെച്ചു കൊടുക്കുകയാണ്. അയാൾ അങ്ങനെ ഉറങ്ങുകയും ചെയ്യുന്നു. ജോസഫ് ഉറക്കമുണരുമ്പോൾ കാണുന്നത് വെറോണിയ റൂമിൽ ജോസഫിന് കാവലിരിക്കുന്നതാണ്. വെറോണിയ അടുത്തേക്ക് വിളിക്കുകയാണ് ജോസഫ്. നിങ്ങൾ ആരാന്ന് വെറോണി ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്നുള്ള കാര്യം നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിന്റെ കഥ കഴിക്കേണ്ടി വരുമെന്ന് ജോസഫ് പറയും. അത് സാരമില്ല, നിങ്ങൾ ആരാണെന്ന് തുറന്നു പറയുവാനായിട്ടും വെറോണി ആവശ്യപ്പെടുന്നു. അങ്ങനെ ജോസഫ് താൻ ആരാണെന്നുള്ള കാര്യം വെറോണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും അയാൾ വെറോണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അത് നമ്മളെ കേൾപ്പിക്കുന്നതേയില്ല.
അയ്യോ, നിങ്ങളുടെ കാര്യമെല്ലാം എന്നോട് പറഞ്ഞല്ലോ. ഇനി എന്നെ കൊല്ലുമോന്ന് വെറോണി ചോദിക്കുമ്പോൾ അയാൾ അതിന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യമെല്ലാം നീ ആരോടെങ്കിലും പറയുമോ? ഒരിക്കലും പറയരുതേ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറോണി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴോ അയാൾ കാശെല്ലാം റിസപ്ഷനിലിരിക്കുന്ന പയ്യനെ ഏൽപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയിരുന്നു. ജോസഫ് എവിടെ പോയി, എവിടെ പോണെന്ന് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് റിസപ്ഷനിസ്റ്റ് പറയുന്നത്. വെറോണി സങ്കടത്തോടു കൂടി റൂമിൽ വന്ന് നോക്കും. ജോസഫ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ വെറോണി പതിവ് പോലെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയം ജോസഫ് ആണെങ്കിൽ കാറും കൊണ്ട് വന്ന് നിൽക്കുന്നു. ജോസഫിന്റെ മുഖമൊന്നും നമുക്ക് കാണിക്കുന്നതേയില്ല. വെറോണിയാണെങ്കിലോ ബസ്സിൽ കയറാതെ ജോസഫിന്റെ കാറിലേക്ക് വന്ന് കയറുകയാണ്. അല്ല, ഞാൻ എന്റെ ഫോൺ നമ്പർ അവിടെ എഴുതി വെച്ചിരുന്നു. നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരില്ലായിരുന്നല്ലോ. അതുകൊണ്ടാ ഞാൻ വിളിക്കാത്തതെന്ന് അവൾ മറുപടി പറയുന്നു. അവളുടെ മുഖത്തൊക്കെ തടവിക്കൊണ്ടിരിക്കുകയാണ് ജോസഫ്. സമയമായതുകൊണ്ട് തന്നെ വെറോണി വീട്ടിലേക്കും പോകുന്നു. ഒരുപാട് സന്തോഷത്തിലാണ് വെറോണി വീട്ടിലേക്ക് എത്തുന്നത്. കാരണം വെറോണിക്ക് ജോസഫിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അയാളോട് അവൾക്ക് പ്രണയവും തോന്നി തുടങ്ങി. വെറോണി വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം വെറോണിയുടെ രക്തം പറ്റിയ യൂണിഫോം അമ്മയ്ക്ക് കിട്ടിയിരുന്നു. ഈ പ്രായത്തിൽ നീ നിന്റെ വെർജിനിറ്റി കളഞ്ഞല്ലേ, ഇതിനാണോ നീ നിന്റെ സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞ് അമ്മ അവളെ ഒരുപാട് തല്ലുകയും റൂമിൽ അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. വെറോണിക്കാണെങ്കിലോ ആകെ സങ്കടം. എന്നാൽ അന്നേ ദിവസമാണ് വെറോണി വീട്ടിൽ നിന്നും മിസ്സായി പോകുന്നത്. വെറോണിയെ അവിടെയെല്ലാം അന്വേഷിച്ചിട്ടും അവൾ എവിടെയാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല. എന്നാൽ വെറോണി പോയിരിക്കുന്നത് ജോസഫിനൊപ്പമാണ്. ജോസഫിന്റെ വീട്ടിലേക്കാണ് വെറോണിയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അന്നേ ദിവസം രാത്രി അവർ ഉറങ്ങുവാനായും കിടക്കുകയാണ്. അടുത്ത ദിവസം പരിപാടിയെല്ലാം കഴിഞ്ഞ് വെറോണി ഉറക്കമുണരുമ്പോഴോ ജോസഫ് അടുത്തില്ല. പകരം അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാ. ജോസഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പോയി. എവിടെ പോയി? അതെനിക്കറിയത്തില്ല. എപ്പോൾ വരുന്നു, എവിടെ പോകുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ, അല്ല, നിങ്ങൾ ആരാ എന്ന് വെറോണി ചോദിക്കുന്നു. ഞാൻ ജോസഫിന്റെ ഭാര്യയാണെന്ന് ആ സ്ത്രീ പറയുകയാണ്. അത് കേട്ടതും വെറോണി ആകെ ഷോക്കായി പോവുകയാണ്. അവൾ പൊട്ടിക്കരയും. എന്നിട്ട് ആ സ്ത്രീയുടെ ഫോണിൽ നിന്നും ജോസഫിനെ കോൾ ചെയ്യുന്നു. നിങ്ങൾ വിവാഹം കഴിച്ചതാണെന്ന് എന്നോടെന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്തായാലും എന്റെ കാര്യങ്ങൾ നടക്കണമായിരുന്നു. ഞാൻ എല്ലാ തവണയും സ്ത്രീകളെടുത്ത് അങ്ങോട്ട് പോകാറാ പതിവ്. പക്ഷേ നീ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ വിട്ടുകളയണ്ടെന്ന് കരുതി. അതാ നിന്നെ ഞാൻ കൊണ്ടുവന്ന് എന്റെ പരിപാടിയെല്ലാം നടത്തിയതെന്ന് പറയും. എന്നാൽ അവളാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. എന്നെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനൊന്നും അയാൾ തയ്യാറായതേയില്ല. അയാൾ കോള് കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അതേസമയം ജോസഫിന്റെ ഭാര്യ വെറോണിക്ക അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവളെ ബസ് കയറ്റി വിടുന്നു. അതേസമയം വെറോണിയെ കാണാത്തത് കൊണ്ട് വെറോണിയുടെ അമ്മയും ടോണിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പോഴാണ് വെറോണി വീട്ടിലേക്ക് വന്നത്. വെറോണിക്ക് അടുത്തെത്തുന്ന അമ്മ അവളെ ഒരുപാട് തല്ലും. നിന്റെ കാര്യമെല്ലാം ടോണിക്ക് അറിയാം. ടോണി അതെല്ലാം അറിഞ്ഞിട്ടും നിന്നെ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാണ്. ഉടനെ തന്നെ നിന്റെ വിവാഹം കാണുമെന്ന് അമ്മ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ടതും വെറോണി ആകെ തകർന്നു പോവുകയാണ്. വെറോണി ആ നമ്പറിലേക്ക് തുരുതുരാ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ജോസഫ് കോൾ എടുക്കുകയാണ്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യം ഞാൻ എഴുതി വെച്ചതിന് ശേഷം എന്റെ ജീവൻ ഞാൻ അവസാനിപ്പിക്കുമെന്നും വെറോണി പറയുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ നാളെ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്നും വെറോണിയോട് ജോസഫ് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസമായി. വെറോണി കൊല്ലപ്പെടുന്ന സമയം ഏത് ഡ്രസ്സാണോ ധരിച്ചിരുന്നത് ആ ഡ്രസ്സുമിട്ട് വെറോണി പോകുവാനായി ഇറങ്ങുകയാണ്. അതാണ് വെറോണിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ സീൻ അവിടെ കട്ടായി എഴുത്തുകാരനായ നാസറിനെ കാണിക്കുന്നു. ബുക്ക് പബ്ലിഷ് ചെയ്തത് കൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പ്രസ് മീറ്റ് നടത്തുകയാണ്. ആരാണ് വെറോണിയെ കൊല ചെയ്തത്, ആ അജ്ഞാതൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തുറന്നു പറയുവാനായിട്ട് നാസർ കൂട്ടാക്കുന്നതേയില്ല. അതേസമയമായിരുന്നു വിവേക് അവിടേക്ക് വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരാളില്ല, ഇതെല്ലാം നിങ്ങൾ വെറുതെ എഴുതി കൂട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനാദ്യം നാസർ സമ്മതിക്കുന്നതേയില്ല. വിവേകിന്റെ ചോദ്യങ്ങൾക്കൊന്നും നാസർ ഉത്തരം നൽകുന്നതേയില്ല. നിങ്ങളുടെ കഴിഞ്ഞ 2 ബുക്കും ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ബുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചതല്ലേ. ഇങ്ങനൊരു കഥയെ വെറോണിയുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നാസർ അത് സമ്മതിക്കുകയാണ്. വെറോണിയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് മീഡിയക്കാർ ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പാവം തോന്നിയിട്ടാണ് വെറോണിയുടെ ഇമേജ് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും നാസർ സമ്മതിക്കുന്നു. നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ കേസ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം തെളിയിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് മാപ്പും ചോദിച്ച് വിവേക് അവിടെ നിന്ന് പോകുന്നു. നാസറും പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്.
ആ സീൻ അവിടെ കട്ടായി. വിവേകയ്ക്ക് നേരെ എത്തുന്നത് വണ്ടി നമ്പർ കിട്ടിയില്ലേ, ആ ഒരു വണ്ടി നമ്പർ വെച്ച് അഡ്രസ്സ് കണ്ടെത്തി ആളിനടുത്തേക്കാണ്. അതൊരു വയസ്സായ ആളായിരുന്നു. ഞാൻ വണ്ടി വിൽക്കുകയാണ് ചെയ്തത്, വിറ്റത് പാൽ സിംഗത്തിനാണ്, അല്ലാതെ വലൻ എന്ന ആൾക്കല്ല എന്നുള്ള കാര്യം അയാൾ പറയുന്നു. സത്യത്തിൽ നേരത്തെ ആ 3 പേരോടുമൊപ്പം ഒരാൾ വന്നെന്ന് പറഞ്ഞില്ലേ, അയാളുടെ പേര് വലൻ എന്നാണ്. അങ്ങനെ ആ ഒരു വയസ്സായ ആൾ പറഞ്ഞ പാൽ സിംഗത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നു. പാൽ സിംഗം ഇപ്പോൾ ജയിലിലാണ്. പാൽ സിംഗത്തിനോട് വന്ന് വലനെ കുറിച്ച് അന്വേഷിക്കും. ജയിലിൽ വെച്ചാണ് വലനെ പരിചയപ്പെട്ടത്. ആര് കാശ് കൊടുത്താലും മുന്നും പിന്നും നോക്കാതെ ആളിന്റെ കഥ കഴിക്കും. വലന്റെ പേരില് റേപ്പ് കേസുകളുമുണ്ട്. കന്യാകുമാരിയിൽ 2 കേസുണ്ടെന്നുള്ള കാര്യം പാൽ സിംഗം പറയുന്നു. പിന്നെ ആ ഒരു കാറ് എന്റേതാണ്. എന്നോടൊരു ദിവസം ചോദിച്ചു, ഞാൻ കൊടുത്തു. പക്ഷേ പിന്നീട് ആ ഒരു കാർ എനിക്ക് തിരികെ തന്നിട്ടേയില്ല. അവനോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ടാണ്. അതുകൊണ്ട് പേടിച്ചാ ഞാൻ ഒന്നും ചോദിക്കാത്തതെന്നുള്ള കാര്യം പാൽ സിംഗം പറയുന്നു. അങ്ങനെ പാൽ സിംഗം പറഞ്ഞതനുസരിച്ച് വലന്റെ പേരിൽ കേസുള്ള കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലേക്കും എത്തുകയാണ്. അവിടുത്തെ ഇൻസ്പെക്ടറിനോട് വലനെക്കുറിച്ച് അന്വേഷിക്കുന്നു. വലനെക്കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറഞ്ഞ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ പള്ളിയിൽ നിൽക്കുകയാണ്. പള്ളിയിലേക്ക് എത്തുകയാണ് വിവേക്. വലനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കേസ് സംബന്ധമായിട്ട് വലന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് വലന്റെ വീടും വീട്ടിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളുമൊക്കെ വരച്ചു കൊടുക്കുകയാണ്. വലന്റെ വീട് ഒരു വെറൈറ്റി വീടാ, ഏകദേശം ഒരു ബോട്ട് പോലെ ഇരിക്കും, ഒരു വിജനമായ ഏരിയയിലാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് വീട് അന്വേഷിച്ച് പോവുകയാണ് രാമനും വിവേകും. വിജനമായ ഏരിയ, കാട്ട് ഏരിയ, അവിടെ അങ്ങനെ ഒരു വീടേയില്ല. ഒടുവിൽ അവർ തിരിച്ചു പോകാമെന്ന് കരുതുന്ന സമയത്താണ് റോഡ് സൈഡിനായിട്ട് ബോട്ടിന്റെ ഷേപ്പിന് ഒരു വീടിരിക്കുന്നത് കാണുന്നത്. ഇതാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതെന്ന് ചിന്തിച്ച് വിവേകൻ രാമനും ആ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴോ വയസ്സായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വലന്റെ വീടല്ലേ, നിങ്ങൾ വലന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വലന്റെ അച്ഛനും അമ്മയുമാണ്. അവൻ ഇവിടെ വന്നിട്ട് കുറേ നാളുകളായി. അവൻ എവിടെയാണെന്നുള്ളത് ഒരു വിവരവുമില്ല. അല്ലാത്തപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വലന്റെ സഹോദരനാണെന്നും അവർ പറയുന്നു. വലന്റെയും വലന്റെ സഹോദരന്റെയും കുട്ടിക്കാലത്തെ ഫോട്ടോയുണ്ടായിരുന്നു. അതും ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അവർ നേരെ എത്തിയിരിക്കുന്നത് ആ 3 പേരെയും അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അവർക്കടുത്തേക്കാണ്. 3 പേരോടും വലൻ എവിടെ, നിങ്ങളാണോ വലനെ മാറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നവർ പറയുന്നു. എന്നാൽ അവരെ പിടിച്ചുകൊണ്ടുവന്ന് നല്ല രീതിക്ക് തല്ലുമ്പോഴാണ്, സർ സത്യം പറയാം, ആ വലനെ ഞങ്ങൾ ഗോഡൌണിൽ അടച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് അവർ സത്യം പറയുന്നു. അങ്ങനെ ഒരുത്തനുമായിട്ട് നേരെ അവരുടെ സ്ഥലത്തേക്ക് വരികയാണ്. ഗോഡൌണിലേക്ക് വരുന്ന സമയം തന്നെ പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമതൊരാൾ പറയുന്നുണ്ട്, വലൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പലതവണയും അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു അവന്റെ കഥ കഴിക്കാൻ. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. അവനെ കൊണ്ടുവന്ന് ഇവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തതെന്നും 3 പേരിൽ ഒരാൾ പറയുന്നു. അങ്ങനെ ഗോഡൌണിലെത്തി ഗോഡൌൺ പരിശോധിക്കുകയാണ്. ഗോഡൌൺ പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച വലന്റെ അസ്ഥികൂടമായിരുന്നു. വലൻ അവിടെ കിടന്ന് മരണപ്പെട്ടു പോയി. അതോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്നാണ് വിവേക് ചിന്തിക്കുന്നത്. കേസിന് ഇനി ഒരു ലീഡും കിട്ടിയിട്ടില്ലല്ലോ, ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിവേക്. വിവേകിന്റെ ഭാര്യയും വിവേകിന്റെ സങ്കടമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭാര്യ വിവേകിനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ തുണി കഴുകുവാനായിട്ട് വിവേകിന്റെ ഡ്രസ്സ് എടുക്കുന്ന സമയം പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ വലന്റെ വീട് വരച്ചു കൊടുത്തില്ലേ, ആ ഒരു പേപ്പർ കിട്ടുകയാണ്. പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ വിവേകിന് ഒരു കാര്യം മനസ്സിലായി. ചർച്ചിലെ പേപ്പറായിരുന്നു അത്. ഉടനെ തന്നെ ചർച്ചിലേക്ക് എത്തുകയാണ് വിവേക്. എന്നിട്ട് അവിടുത്തെ ഫാദറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സന്തോഷത്തോടു കൂടി ഇറങ്ങുന്നു. അതിനുശേഷം കോള് ചെയ്യുന്നത് നാസറിനാണ്. നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വെറോണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു എന്നും വിവേക് പറയുന്നു. നാസർ പറയുന്നത്, ഞാൻ അറിഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. വെറോണി അവളുടെ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നാസർ പറയുകയാണ്. എന്നിട്ട് നാസറാണെങ്കിലോ കുറച്ച് കാര്യങ്ങൾ വിവേകിനോട് പറയും. അതെന്താണെന്നുള്ളത് നമ്മളെ കാണിക്കുന്നതേയില്ല. ചർച്ച് ഫാദർ പറഞ്ഞതും നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദി. എന്റെ കേസിന് ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് വിവേക് കോള് കട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും വിവേക് നേരെ പോകുന്നത് വെറോണിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. വെറോണിയുടെ അമ്മ ഒരു കള്ളം പറഞ്ഞിരുന്നു. അതെന്താണെന്നുള്ളത് വിവേക് കണ്ടുപിടിച്ചു. സത്യത്തിൽ അന്ന് വെറോണി കാണാതാകുന്ന ദിവസമില്ലേ, വെറോണി തന്റെ ആന്റിയുടെ അടുത്ത് പോകുന്നതിന് മുൻപായിട്ട് വെറോണിയും അമ്മയും ചേർന്ന് ചർച്ചിലേക്ക് പോയി അവിടെ ഒരു പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ. സത്യത്തിൽ അങ്ങനെ ഒരു പ്രെയറേ അവിടെ നടന്നിട്ടില്ല. വെറോണി പ്രെയറിനിടയിൽ വെച്ച് ഇറങ്ങിപ്പോയെന്നും ഒരാളെ കണ്ടു, അയാളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് താൻ കണ്ടു എന്നൊക്കെ വെറോണിയുടെ അമ്മ പറഞ്ഞില്ലേ, അതെല്ലാം കള്ളമാണ്. അന്നേ ദിവസം ചർച്ചിൽ അങ്ങനെ ഒരു പ്രെയറേ നടന്നിട്ടില്ല. എന്തോ ഒരു കാര്യം സംബന്ധിച്ച് പ്രെയർ മാറ്റി വെക്കുകയുണ്ടായി. പിന്നെ എന്തിനായിരിക്കാം വെറോണിയുടെ അമ്മ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നുള്ളതിപ്പോൾ വിവേകിന് അറിയണമായിരുന്നു.
വെറോണിയുടെ അമ്മയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. നീ എന്തിനാ നിന്റെ മകളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ മകളെ കൊന്നിട്ടേയില്ല എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. നീ എന്തിനാ കള്ളം പറഞ്ഞത്? അന്ന് ചർച്ചിലേക്ക് പോയെന്നും അവിടെ വെച്ച് ഒരാളെ വെറോണിക്കൊപ്പം കണ്ടു എന്നൊക്കെ. അന്ന് ചർച്ചിൽ പ്രയർ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വെറോണിയുടെ അമ്മയ്ക്ക് മറുപടിയില്ലായിരുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ കോൺസ്റ്റബിളിനെ കൊണ്ട് വെറോണിയുടെ അമ്മയെ ചോദ്യം ചെയ്യുവാനായും ആവശ്യപ്പെടുന്നു. അവർ എത്ര തന്നെ തല്ലിയിട്ടും വെറോണിയുടെ അമ്മ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വെറോണിയുടെ അമ്മയ്ക്കടുത്തേക്ക് എത്തിയ വിവേക്, നിന്റെ മകൾ നിന്നെക്കുറിച്ച് എഴുതി വെച്ചിരുന്ന ലെറ്റർ നിന്റെ വീട് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടി. ഞാനിത് വായിക്കട്ടെ. നീ നിന്റെ മകളോട് ചെയ്ത ക്രൂരത എന്താണെന്നുള്ളത് ഇതിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വായിക്കുവാനായും തുടങ്ങുന്നു. സത്യത്തിൽ ആദ്യമായിട്ട് വെറോണിയെ വീട്ടിൽ നിന്ന് കാണാതായില്ലേ? ആ സമയം അവൾ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ആ ലെറ്ററിൽ എഴുതി വെച്ചിരുന്നത് എന്തെന്നാൽ, അമ്മ, അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അമ്മ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എന്റെ യൂണിഫോമിൽ ചെറുതായിട്ടൊന്ന് രക്തം പറ്റിയിരുന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഞാൻ വേറെ പരിപാടിക്ക് പോവുകയാണെന്നല്ലേ? സത്യത്തിൽ ഞാനന്ന് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു പട്ടി ആക്സിഡന്റായി റോഡിൽ കിടന്നു. ഞാൻ ആ പട്ടിക്കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിന്റെ രക്തമാണ് എന്റെ യൂണിഫോമിൽ ഉണ്ടായിരുന്നത്. അമ്മ അതെന്താണെന്ന് എന്നോടൊന്ന് ചോദിക്കുവാൻ പോലും കൂട്ടാക്കാതെയാണ് എന്നെ തല്ലിയത്. പിന്നെ അമ്മയും ചിറ്റപ്പനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ചിറ്റപ്പൻ എന്നോട് മോശമായി പെരുമാറി. പക്ഷേ ഞാൻ അമ്മയുടെ സ്വഭാവമല്ല. ചിറ്റപ്പന് വഴങ്ങി കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറുമല്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛന്റെ സ്വഭാവമാണ്. പിന്നെ എനിക്ക് സൗന്ദര്യമുണ്ടായി പോയതും ഒരുപാട് പേർ എൻ്റെ പിന്നാലെ നടക്കുന്നതും എൻ്റെ തെറ്റല്ല. എനിക്ക് ദൈവം തന്നതാണ്. ഞാനത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നെന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ എന്തോ ഇറങ്ങിപ്പോയതിനു ശേഷം വെറോണിക്ക് കുറ്റബോധം തോന്നി. ആ ഒരു ലെറ്റർ അമ്മയുടെ കയ്യിൽ കിട്ടിയാലോ എന്ന് പേടിച്ചാണ് അവൾ വീട്ടിലേക്ക് വന്ന് ലെറ്റർ അന്വേഷിക്കുന്നത്. അതിനു മുൻപ് തന്നെ വെറോണിയുടെ അമ്മ ലെറ്റർ കണ്ടുപിടിച്ചിരുന്നു. അതിലെഴുതിയിരുന്ന എന്താണെന്നും അമ്മ വായിച്ചിരുന്നു. വെറോണിയാണെങ്കിലോ അമ്മയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം, അതായത് വെറോണി കൊല്ലപ്പെടുന്ന ദിവസം, വെറോണി രാവിലെ ഉറക്കമായിരുന്നു. വെറോണിക്കടുത്തേക്ക് എത്തുന്ന അമ്മ അവളെ തട്ടി വിളിക്കുകയും നീ എഴുന്നേറ്റ് ആന്റിയുടെ വീട്ടിൽ പോകുവാനായിട്ടും ആവശ്യപ്പെടുന്നു. ഇതുവരെയായിട്ടും അമ്മ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പക്ഷേ അന്നങ്ങനെ പറഞ്ഞതോർത്ത് വെറോണിയും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവൾ റെഡിയായിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയം നാസറിന്റെ കോൾ വരും. നാസറിനോട് താൻ അങ്ങോട്ട് പോവുകയാണെന്നുള്ള കാര്യവും അമ്മ നിർബന്ധിച്ചിട്ടാണ് പോകുന്നതെന്നും അവൾ തുറന്നു പറഞ്ഞിട്ടാണ് പോകുന്നത്. നാസറിന്റെയും വെറോണിയുടെയും പെരുമാറ്റത്തിൽ നിന്നും അച്ഛനായിട്ടാണ് വെറോണി നാസറിനെ കാണുന്നത്. സ്വന്തം മകളായിട്ടാണ് നാസർ വെറോണിയെ കാണുന്നതെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം വിവേക് എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ ഞാൻ എന്റെ മകളെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെറോണിയുടെ അമ്മ വല്ലാതെ ബഹളം വെക്കുന്നു. എന്നാൽ അതേസമയം തന്നെ വിവേക് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നീയും ടോണിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ലേ? നിനക്ക് ടോണി ജീവിതകാലം മുഴുവൻ നീയുമായിട്ട് ബന്ധം കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് നീ കണ്ടെത്തിയ വഴി നിന്റെ മകളെ കൊണ്ടവനെ വിവാഹം കഴിപ്പിക്കുക. എന്നിട്ട് നിന്റെ ആവശ്യങ്ങൾക്കും അവനെ ഉപയോഗിക്കുക. പക്ഷേ നീ നിന്റെ മകളുമായിട്ട് അവനെ വിവാഹം ഉറപ്പിച്ച സമയത്ത് അവന് നിന്റെ മകളോട് പ്രണയം തോന്നി. നീയുമായിട്ട് അവൻ അടുപ്പം കുറച്ചു. അതുകൊണ്ടല്ലേ നീ നിന്റെ മകളെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചെന്ന് വിവേക് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെറോണിയുടെ അമ്മ പറയുന്നു. നീ വലന് കൊട്ടേഷൻ കൊടുക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴും അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുണ്ടായിരുന്നൊരു ചെറിയൊരു കട്ടറെടുത്ത് തന്റെ കഴുത്തറക്കുന്നു. അതോടുകൂടി അവരുടെ ബോധം പോവുകയാണ്. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ഒരുവിധം രക്ഷിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അവർക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം വെറോണിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റ് പയ്യൻ വരുന്നു. റിസപ്ഷനിസ്റ്റ് പയ്യനാണെങ്കിലോ വെറോണിയുടെ അമ്മയെ കരഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അവൻ ചിന്തിക്കും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സത്യത്തിൽ വെറോണിയുടെ അമ്മയും ഈ പയ്യനും തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആരും അറിയാതെ ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ പയ്യൻ വെറോണിയുടെ അമ്മയോട് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമെന്നായിരുന്നു. എന്നാൽ വെറോണിയുടെ അമ്മ അതിന് മറുപടി പറയുന്നത്, നീ പറയുന്നത് ഒരിക്കലും നടക്കില്ല. എനിക്ക് വിവാഹപ്രായമായ ഒരു മകളുണ്ട്. അതിനിടയിൽ നമ്മൾ വിവാഹം കഴിക്കാനോ? എനിക്കെന്ത് പ്രായമുണ്ട്, നിനക്കെന്ത് പ്രായമുണ്ട്, അത് നീ ചിന്തിച്ചു നോക്കെന്നും വെറോണിയുടെ അമ്മ ആ പയ്യനോട് പറയുന്നു. എന്നാൽ അവനാണെങ്കിലോ അവരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കുന്ന സമയത്ത് അത് പോസിറ്റീവാണ്. അവർ പ്രഗ്നന്റ് ആണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത വെറോണിയുടെ അമ്മ അന്നേ ദിവസം രാവിലെ തന്നെ വെറോണിയെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അബോഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് വെറോണിയെ അവിടെ നിന്ന് മാറ്റിയത്. എന്നിട്ടവർ അബോഷനും നടത്തി. ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക് വഴി നമ്മളെ കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായി വെറോണിയുടെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വെറോണിയുടെ അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ വെറോണിയുടെ അമ്മയുടെ പേരിലും കേസ് എടുത്തിട്ടുണ്ട്. FIR ഫയൽ ചെയ്തു.
ചെയ്തു. എഫ്ഐആറിൽ ഒപ്പിട്ട് കൊടുത്തത് ആ റിസപ്ഷനിസ്റ്റ് പയ്യനായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലിരിക്കുന്ന വിവേകാണെങ്കിലോ എഫ്ഐആർ എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിവേകിന് എന്തോ സ്ട്രൈക്ക് ആകുന്നു. അവിടെ നിന്നും വിവേക് നേരെ പോകുന്നത് ആ പയ്യനടുത്തേക്കാണ്. എന്നിട്ട് അവനെ അടിച്ചിട്ട് ചോദ്യം ചെയ്യും. നിനക്ക് വലനെ അറിയാമോടാന്ന് ചോദിക്കുമ്പോൾ അറിയാം, എന്റെ ചേട്ടനാണെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുന്നു. ഇതെങ്ങനെയാണ് വിവേക് കണ്ടുപിടിച്ചെന്നാൽ എഫ്ഐആറിൽ ആ പയ്യന്റെ ഒപ്പുണ്ടായിരുന്നു. അതിൽ ജോൺസ് ദുരൈ എന്നാണ് എഴുതിയിരുന്നത്. വലന്റെ വീട് അന്വേഷിച്ച് അവന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് വലന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു വലന് ഒരു സഹോദരനുണ്ട്, അവന്റെ പേര് ദുരൈ എന്നാണെന്ന്. അതേ ദുരൈ തന്നെയാണ് ജോൺസ് ദുരൈ എന്നുള്ള രീതിയിൽ അവൻ ഒപ്പിട്ട് വെച്ചിരിക്കുന്നതും. അതിൽ നിന്നാണ് ഇതാണ് വലന്റെ സഹോദരനെന്ന് വിവേക് കണ്ടുപിടിച്ചത്. സത്യം പറ, നീ എന്തിനാ അവളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുന്നു. സത്യത്തിൽ ആ ഒരു പയ്യനിലെ റിസപ്ഷനിസ്റ്റ് പയ്യൻ, അവന്റെ പേര് ജോൺസ് എന്നാണ്. ജോൺസിനാണെങ്കിലോ വെറോണിയുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ വെറോണി ആദ്യം വീട്ടിൽ നിന്നും ഓടിപ്പോയില്ലേ? വെറോണി ഓടിപ്പോകുന്ന സമയത്ത് അവൾ ഒരു ലെറ്റർ എഴുതി വെച്ചില്ലേ? പിന്നീട് അവൾ തിരിച്ചു വരികയും ചെയ്തു. ആ ലെറ്റർ വെറോണിയുടെ അമ്മ വായിക്കുകയുണ്ടായി. അതിനുശേഷം വെറോണിയുടെ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടായി. ജോൺസുമായിട്ട് അധികം ഇടപെടാറില്ല. മാത്രവുമല്ല അവന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവർ കൂട്ടു നിൽക്കാറുമില്ല. അവർക്ക് പഴയ സ്നേഹമൊന്നും ഇല്ലാതായി. വെറോണിയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അവർക്ക് പിന്നീട് ശ്രദ്ധ. വെറോണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീയെ ഇവന് വിവാഹം കഴിക്കാൻ പറ്റാതായത്. അതിന്റെ ദേഷ്യം അവന് നല്ല രീതിക്കുണ്ടായിരുന്നു. തന്റെ ചേട്ടനായ വലനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയത്ത് ജോൺസ് ഈ ഒരു കാര്യങ്ങളെല്ലാം തുറന്നു പറയും. വെറോണി ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവളുടെ അമ്മയെ കിട്ടാത്തത് എന്നുള്ള കാര്യം പറയുമ്പോൾ അവൾ ഇല്ലാതായാൽ നിനക്ക് കിട്ടുമല്ലോ, നിന്റെ ചേട്ടൻ ഇരിക്കുമ്പോൾ നീ എന്തിനു സങ്കടപ്പെടണം എന്ന് ചോദിച്ചുകൊണ്ട് വെറോണിയുടെ കഥ കഴിക്കുവാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ഇടുന്നു. അങ്ങനെ ഒരു ദിവസം വെറോണിയെ തന്റെ ചേട്ടന് കാണിച്ചു കൊടുക്കുകയാണ് ജോൺസ്. അതിന്റെ അടുത്ത ദിവസമാണ് വെറോണിയുടെ അമ്മ താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും വെറോണിയെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതും. പോകുന്ന വഴിയിൽ വെച്ച് ജോൺസും വലനും ചേർന്ന് അവളെ വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നു. കൊണ്ടുവരുന്നതോ അവൾ മരണപ്പെട്ട് കിടന്ന ആ ഒരു വിജനമായ സ്ഥലത്തേക്കായിരുന്നു അവളെ കൊണ്ടുവന്നത്. അവിടെ വെച്ച് അവളുടെ കഥ കഴിക്കുവാനായി നോക്കും. എന്നാൽ അതിനിടയിൽ വലനാണെങ്കിലോ അവളോട് മോശമായി പെരുമാറുവാനായി ശ്രമിക്കുന്ന സമയത്ത് വലനെ പാമ്പ് കടിക്കുകയുണ്ടായി. ആ സമയം ദേഷ്യം വന്ന വലനാണെങ്കിൽ വെറോണിയുടെ കഥ കഴിക്കുകയും അവളുടെ ഡ്രസ്സ് വലിച്ചു കീറിയതിനു ശേഷം അവന്റെ കാലിൽ വലിയൊരു കെട്ട് കെട്ടുകയും ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും നേരെ എത്തുന്നത് ആ കാട്ടിൽ താമസിക്കുന്ന 3 പേരില്ലേ അവർക്കടുത്തേക്കാണ്. എന്നെ പാമ്പ് കടിച്ചു, എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവന്മാരാണെങ്കിലോ ആ ഗോഡൌണിലേക്ക് വലനെ കൊണ്ടുവന്നതിന് ശേഷം വലനെ കളിയാക്കി ചിരിക്കുന്നു. കാരണം വലൻ കാരണം ഇവന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വലന്റെ കഥ കഴിക്കണമെന്നാണ് ഇവർ 3 പേരും കരുതിയിരുന്നത്. ഇപ്പോൾ അവർക്ക് അവസരം കിട്ടിയില്ലേ? ആ ഗോഡൌണിൽ തന്നെ വലനെ ലോക്ക് ചെയ്യുന്നു. അതേസമയം വലന്റെ കാലിൽ വെറോണിയുടെ ഡ്രസ്സ് കീറി കെട്ടിയിരുന്നില്ലേ? ആ ഒരു തുണി അവൻ അഴിച്ച് ദൂരേക്ക് എറിയുന്നു. ആ ഒരു തുണിയാണ് അന്ന് കേസ് അന്വേഷിച്ച് വിവേകൊക്കെ എത്തിയപ്പോൾ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ നിന്നും അവർക്ക് കിട്ടിയത്. വലനും അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇപ്പോൾ കേസും തെളിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളി ആരാണെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നല്ലോ. ജോൺസ് ആണ് ഇതിന് പിന്നിലെന്നുള്ളത്. എന്നാൽ വിവേകിന് വല്ലാത്ത സങ്കടം. എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ വെറോണിയുടെ അമ്മയുടെ ചരിത്രമെല്ലാം പുറത്തു വരും. മീഡിയക്കാർ അത് ആഘോഷിക്കും. വെറോണിയെക്കുറിച്ച് തന്നെ വളരെ മോശമായിട്ടല്ലേ പറയുന്നത്? വെറോണി നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ ജീവിച്ചിരുന്നപ്പോൾ പോലും അവൾക്ക് അങ്ങനെ സന്തോഷം കിട്ടിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞിട്ടും വെറോണിക്ക് സമാധാനമൊന്നും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിവേക് സങ്കടപ്പെടുമ്പോൾ അതെങ്ങനാ സാറേ ശരിയാകുന്നത്? യഥാർത്ഥ പ്രതിയെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അവന് ശിക്ഷ കിട്ടിയാലല്ലേ അവൾക്ക് നീതി കിട്ടൂ എന്നുള്ള കാര്യം രാമൻ പറയുന്നു. അങ്ങനെ ജോൺസിന്റെ പേരിൽ എഫ്ഐആർ ഇടുകയാണ്. ജോൺസിനെയും അറസ്റ്റ് ചെയ്യും. ന്യൂസിൽ വരുന്നത് വെറോണിയുടെ അമ്മയുടെ കള്ളക്കാമുകനാണ് വെറോണിയെ കൊന്നത് എന്ന രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? മോശമായിട്ടുള്ള രീതിയിലല്ലേ ചാനലുകാർ ചിത്രീകരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിവേക് രാമനെ വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെ കേസ് തെളിയിച്ച സമാധാനത്തിൽ തന്റെ ഭാര്യയുടെ മടിയിൽ വന്ന് കിടക്കുകയാണ് വിവേക്. നമുക്കിനി അടുത്തൊരു കുഞ്ഞുകൂടി വേണം. അത് പെൺകുഞ്ഞായിരിക്കണം. അവൾ അവളുടെ സ്വാതന്ത്ര്യത്തിൽ, ഇഷ്ടത്തിൽ, സന്തോഷത്തിൽ അവൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നും വിവേക് പറയുന്നു. അതോടുകൂടി ഈ ഒരു സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.